ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമുഖങ്ങൾ നൽകി റെക്കോർഡിട്ടിരിക്കുന്നു. പക്ഷേ ജനങ്ങൾ അറിയേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? തിരിച്ചു ചോദ്യങ്ങളില്ലാത്ത അഭിമുഖങ്ങളിൽ പോലും മോദി പരാജയമോ? രണ്ടായിരത്തി 2024 പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ ഒരു ഇൻ്റർവ്യൂ നൽകുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള തന്തി ചാനലിലാണ്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം കഴിഞ്ഞ ദിവസം ABP ചാനലിന് നൽകിയ ഇൻ്റർവ്യൂ വരെ ഏതാണ്ടൊരു 80 ഇൻ്റർവ്യൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇത്തവണത്തെ ഒരു പ്രത്യേകത, പതിവിൽ നിന്ന് വ്യത്യസ്തമായി റീജിയണൽ മീഡിയയ്ക്ക് അടക്കം ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. കേരളത്തിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനും മാതൃഭൂമി പത്രത്തിനും അടക്കം ഇൻ്റർവ്യൂ കിട്ടിയിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഓർമ്മയിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും ഹിറ്റായ ഇൻ്റർവ്യൂ ബോളിവുഡ് താരം അക്ഷയ് കുമാറുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അതൊരു ലൈഫ് സ്റ്റൈൽ ഇൻ്റർവ്യൂ എന്നൊക്കെ നമ്മൾ പറയുന്ന തരം ഇൻ്റർവ്യൂ ആയിരുന്നു. മോദിക്ക് മാമ്പഴം ഇഷ്ടമാണോ, അദ്ദേഹത്തിൻ്റെ ഹോബി എന്താണ്, ജീവിതചര്യ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ലൈറ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു ആ ഇൻ്റർവ്യൂ. ഒരുപാട് പേർ കണ്ടു. ഇത്തവണ ഇത്രയധികം അഭിമുഖങ്ങൾ നൽകിയപ്പോഴും ഏതാണ്ട് അതേ നിലവാരമാണ് അക്ഷയ് കുമാറിന് നൽകിയ ഇൻ്റർവ്യൂവിൻ്റെ സ്വഭാവമുള്ളതാണ് എന്നതാണ് രാഹുൽ ഗാന്ധി അടക്കം ഇപ്പോൾ പറയുന്നത്. അതെ, ഇപ്പോൾ അക്ഷയ് കുമാറിൻ്റെ ഇൻ്റർവ്യൂ മോദിയുടെ യൂട്യൂബ് പേജിൽ പോയി നോക്കിയാൽ 75 മില്യൺ ആളുകൾ ഇതിനോടകം അത് കണ്ടു കഴിഞ്ഞു. അതായത് 7.5 കോടി ആളുകൾ ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞ് ഇപ്പോഴും ഒരുപക്ഷെ ആളുകൾ അത് കാണുന്നുണ്ടാകും. പക്ഷേ കാര്യത്തിലേക്ക് വന്നാൽ ശ്രീജ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഏകദേശം 80-ലധികം അഭിമുഖങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിലേറ്റവും പ്രസക്തമായ കാര്യം ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങൾക്കറിയേണ്ട ഏതെങ്കിലും ഒരു ചോദ്യത്തിന് അവിടെ ഉത്തരം നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരം ചോദ്യങ്ങൾ പോലും അവിടെ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അഭിമുഖം നേരത്തെ തയ്യാറാക്കിയതാണെന്നും ചോദ്യങ്ങൾ നേരത്തെ അയച്ചു കൊടുത്തതാണും എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നത്. ഈ അഭിമുഖം കാണുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ സംശയിക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ അഭിമുഖങ്ങളുടെ ഒരു കണ്ടന്റ് സൈഡിലേക്ക് വന്നാൽ 2 ദിവസം മുൻപ് ABP ന്യൂസിന് നൽകിയ ഇൻ്റർവ്യൂ ആണല്ലോ ഇപ്പോൾ വലിയ വിവാദമായി പുലിവാല് പിടിച്ചിരിക്കുന്നത്. ആ ഇൻ്റർവ്യൂവിൽ നരേന്ദ്രമോദി പറയുന്നത് എന്താണ്? ഗാന്ധി സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമ്മളൊക്കെ അറിയുന്നത്, നമ്മൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ അറിയുന്നതെന്ന്. ഏത് വർഷമാണ് റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി എന്ന സിനിമ എടുക്കുന്നത്? അത് 1982 അദ്ദേഹം ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നത്. ഇതിനും മുൻപ് മഹാത്മാഗാന്ധിയെ നമുക്കൊക്കെ അറിയില്ലേ, ഈ ലോകത്തിനറിയില്ലേ? ഐൻസ്റ്റീനും മാർട്ടിൻ ലൂഥർ കിങ്ങും എല്ലാം ഗാന്ധിജിയെ മാതൃകയാക്കിയ മനുഷ്യന്മാരല്ലേ? ബർണാഡ് ഷാ ഗാന്ധിജിയുടെ മരണത്തിന്റെ സമയത്ത് പറഞ്ഞ വാക്കുകൾ നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്ക് ഒരു ബുള്ളറ്റിന് ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ കഴിയും, പക്ഷേ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന വാചകം നമ്മൾ എത്ര തവണ കോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്നും ഗാന്ധി സിനിമ കണ്ടിട്ടല്ല, 82-ൽ ഇറങ്ങിയ ഒരു സിനിമ കണ്ടിട്ടല്ല ഭാരതവും ലോകവും മഹാത്മാഗാന്ധിയെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതൊക്കെ പറയുന്നത് ആരാണ്? അവിടെയാണ് ഏറ്റവും കൗതുകമുള്ളത്. എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദമുണ്ടെന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് സ്വാഭാവികമായും പരിഹസിക്കപ്പെടുകയും അല്ലെങ്കിൽ ട്രോൾ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യും. അതെ, ഇതിലിപ്പോൾ ഗാന്ധി പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിൽ ഏറ്റവും ഒടുവിൽ വിവാദമായത്. ഇപ്പോൾ കോൺഗ്രസ് അടക്കം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിൽ എടുത്തുയർത്തിയ പ്രധാനപ്പെട്ട ഒരു വിമർശനം ഉയർത്തിയ അഭിമുഖങ്ങളിൽ ഒന്നതാണ്. ഇതിലിപ്പോൾ CNN ന്യൂസ് 18-ലെ റൂപിക ലിഖായത്തിന് വാരാണസിയിൽ നൽകിയ ഒരു അഭിമുഖവും നേരത്തെ വിവാദമായിരുന്നു. ആ അഭിമുഖത്തിലാണ് മോദിയോട് രാജസ്ഥാനിലെ ബൻസ്വാരയിൽ അദ്ദേഹം നടത്തിയ വിദ്വേഷ പ്രസംഗത്തെക്കുറിച്ച് ചോദിക്കുന്നത്. അതായത് ആ പ്രസംഗം നടത്തി 24 ദിവസത്തിന് ശേഷമാണ് അത്തരമൊരു ചോദ്യം തന്നെ പ്രധാനമന്ത്രിക്ക് മുന്നിലേക്ക് വരുന്നത്. ആ അഭിമുഖത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് താനൊരു സാധാരണ മനുഷ്യനല്ല, ഒരു ബയോളജിക്കലായിട്ടുള്ള ആളല്ല, തന്നെ ദൈവം അയച്ചതാണ് എന്ന് പറയുന്നു. അതോടൊപ്പം മറ്റൊരു അഭിമുഖത്തിലാണ് റമദാൻ കാലത്ത് ഗാസയിൽ ആക്രമണം നടത്തരുത് എന്ന് പ്രത്യേക ദൂതൻ വഴി ഇസ്രയേൽ പ്രധാനമന്ത്രിയോട് താൻ പറഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി അഭിമുഖങ്ങളിൽ പറയുന്നത്. സായി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ഇൻ്റർവ്യൂകളാണ്, അല്ലാതെ തത്സമയം മോദിക്ക് മുന്നിൽ നേരെ ചെന്നിരുന്ന് ചോദിക്കുന്ന തരം ചോദ്യങ്ങളല്ല. ഇത് മാധ്യമപ്രവർത്തകരായി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതെന്താണ് തത്സമയം ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഇത്രയേറെ വലിയ വാഗ്മിയായ പ്രാസംഗികനായ നരേന്ദ്രമോദിക്ക് പേടി അല്ലെങ്കിൽ ആശങ്ക എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയരും. പ്രധാനമന്ത്രിയായ ശേഷം അദ്ദേഹം ഇതുവരെ ഒരൊറ്റ വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല. അതേസമയം നമ്മൾ കേട്ടിട്ടുണ്ട് മൗനി ബാബ എന്ന് പ്രതിപക്ഷത്തുള്ളവരും ഒക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന മൻമോഹൻ സിംഗ്. അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ ഭരണകാലയളവിനിടയിൽ നടത്തിയത് 117 വാർത്താ സമ്മേളനങ്ങളാണ്. എന്താണ് വാർത്താ സമ്മേളനങ്ങളുടെ പ്രത്യേകത? അവിടെ നിങ്ങളോട് ഡയറക്റ്റ്ലി മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആ സമയം തന്നെ ഉത്തരം പറഞ്ഞേ മതിയാവൂ. നിങ്ങൾ പ്രിപ്പയർഡ് ആയിരുന്നിരിക്കണം എന്ത് ചോദ്യത്തിന് ഉത്തരം പറയാനും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയാൽ നരേന്ദ്രമോദിയുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ നോക്കിയാൽ, ഈ സമയത്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് ഈ കാലയളവിലുടനീളം ഒരൊറ്റ ബുദ്ധിമുട്ടേറിയ ചോദ്യം പോലും നരേന്ദ്രമോദി നേരിട്ടിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ നേർക്ക് ഉയർന്നിട്ട് പോലുമില്ല. ഇനിയിപ്പോൾ മോദി തെറ്റായ ഒരു കാര്യം പറഞ്ഞു എന്നിരിക്കട്ടെ, അതിനെ ഒന്ന് തിരുത്താൻ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ചോദ്യം ചോദിക്കാൻ, അതൊക്കെയാണല്ലോ നമ്മുടെ സാധാരണ മാധ്യമ പ്രവർത്തകരുടെ ചുമതല. അങ്ങനെ ഒരു കൗണ്ടർ ചോദ്യം ചോദിക്കാൻ, ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ധൈര്യമുള്ള ഒരു മാധ്യമ പ്രവർത്തകരും നരേന്ദ്രമോദിയുടെ മുന്നിലേക്ക് എത്തിയിട്ടുമില്ല. ഇത് CNN ന്യൂസ് 18 നൽകിയ അഭിമുഖമായാലും ശരി, ABP ന്യൂസിന് നൽകിയ അഭിമുഖമായാലും ശരി, ഈ കഴിഞ്ഞ 80 അഭിമുഖത്തിലും നമ്മൾ കണ്ടത് ഇതാണ്. അതെ, അത് ശരിയാണ്. ഇപ്പോൾ 1-2 അഭിമുഖങ്ങളിൽ ചില ചോദ്യങ്ങൾ, കാതലായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നു എന്നതൊഴിച്ചാൽ മറ്റ് അഭിമുഖങ്ങളിലെല്ലാം മോദിക്ക് പ്രിയപ്പെട്ട ചോദ്യങ്ങളാണ് ഉയർന്നു വന്നതിൽ ഏറെയും. ഇതിലിപ്പോൾ അസം ട്രിബ്യൂണലിലെ അഭിമുഖത്തിലാണ് മോദിയോട് മണിപ്പൂർ കലാപത്തെക്കുറിച്ച് ചോദിച്ചത്. ന്യൂസ് വീക്കിലെ അഭിമുഖത്തിലാണ് ചൈനയുമായുള്ള തർക്കത്തെക്കുറിച്ച് ചോദിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ മോദി അഭിമുഖങ്ങൾ നൽകുന്ന സമയത്ത് കത്തി നിന്ന ഒരു വിഷയം പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ടൊരു വിഷയമായിരുന്നു. സ്ത്രീ സുരക്ഷയെക്കുറിച്ചും നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത് സ്ത്രീകൾക്ക് നൽകുന്ന സഹായങ്ങളെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുന്ന പ്രധാനമന്ത്രി ഇത്ര വലിയ ഒരു പരാതി ഉയർന്ന ഒരു നേതാവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നേരിട്ടത് 5-6 തവണ മാത്രമാണ്. അപ്പോൾ പ്രജ്വൽ രേവണ്ണയെക്കുറിച്ച് ഒറ്റവരി മറുപടിയിൽ പ്രധാനമന്ത്രി ആ വിഷയങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാതലായിട്ടുള്ള ഒരു ചോദ്യങ്ങളിലേക്ക് അഭിമുഖം നടത്തുന്ന ആൾ പോകുന്നില്ല. എന്നാൽ അതിലെ ഒരു ചോദ്യം വന്നാൽ അതിനെക്കുറിച്ച് ഉത്തരം പറയാൻ പ്രധാനമന്ത്രിയും തയ്യാറാവുന്നില്ല. ഇനിയിപ്പോൾ ഉത്തരാഖണ്ഡിനെ കേന്ദ്രീകരിച്ച് നടത്തിയ 2 അഭിമുഖങ്ങൾ, അതിൽ അമർ ഉജാലയ്ക്കും ഹിന്ദുസ്ഥാനം നൽകിയതിൽ അഗ്നിപഥിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളേയില്ല. കൂടുതൽ പേർ സൈന്യത്തിലേക്ക് എത്തുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഉത്തരാഖണ്ഡ്. നിശ്ചയമായും അവിടെ ചോദിക്കപ്പെടേണ്ട ഒരു ചോദ്യം അതായിരുന്നു. പക്ഷേ അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ശരിക്കും നമ്മളിപ്പോൾ ഉപചോദ്യങ്ങളില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു അതിൻ്റെ മുകളിൽ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി വരുമ്പോൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കലാണല്ലോ പതിവ്. അതില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും പ്രധാനമന്ത്രി പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് തിരുത്താൻ പോലും നമുക്ക് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് ധൈര്യം വരുന്നില്ല. ഒരു പക്ഷേ നമുക്കൊരു ഇൻ്റർവ്യൂ, പ്രധാനമന്ത്രിയുടെ ഇൻ്റർവ്യൂ കിട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനം. അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് PMO പറയുന്നതായിരിക്കും, ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അപ്പോൾ പോലും ഒരു ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയാത്ത രീതിയിലേക്ക് പ്രധാനമന്ത്രി മാറുക എന്നത് ഒരു തെറ്റായ പ്രവണതയാണ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഉദാഹരണം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ, ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം. ഈ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ രാജ്യത്തെ സ്വത്ത് പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് പറയുന്നു എന്ന് പ്രധാനമന്ത്രി ഒരു പൊതുവേദിയിൽ വലിയൊരു പൊതു രാഷ്ട്രീയ റാലിയിൽ വെച്ച് പ്രസംഗിക്കുന്നു. ഇത്രയേറെ ഇൻ്റർവ്യൂ നടന്നു. നമ്മുടെ മുന്നിൽ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ ഉണ്ട്. ഏപ്രിൽ 5 പുറത്തിറങ്ങിയ 60ഓളം പേജുള്ള കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പത്രിക നമ്മുടെയൊക്കെ മുന്നിലുള്ള ഒരു രേഖയാണല്ലോ. അത് വെച്ച് പ്രധാനമന്ത്രി അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ട ആർക്കും പറ്റിയില്ല. ഇപ്പോൾ ഗാന്ധിയെക്കുറിച്ചുള്ള ചോദ്യത്തിന്, ഗാന്ധിയെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ സ്വാഭാവികമായും നമുക്കടക്കം എന്താണ് തോന്നുക? അതങ്ങനെയല്ലല്ലോ. മഹാത്മാഗാന്ധി സിനിമയിലൂടെയാണോ പ്രശസ്തനായത് എന്ന് ചോദിക്കണമെന്ന് സായിക്ക് തോന്നില്ലേ? എനിക്ക് തോന്നില്ലേ? ഇത് സ്വാഭാവികമാണ്. ഇനി അതുമാത്രമല്ല, അധികാരത്തിലെത്തിയാൽ ഭരണഘടന തിരുത്തുമെന്ന BJP നേതാക്കളുടെ പ്രസംഗങ്ങളെക്കുറിച്ചോ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചോ ഒരൊറ്റ ചോദ്യം പോലും ഉണ്ടായില്ല എന്നത് നമുക്കും അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതായത് ഈ സ്ക്രിപ്റ്റഡ് ഇൻ്റർവ്യൂകളിൽ പോലും അബദ്ധങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. അതായത് കഥയും തിരക്കഥയും അഭിനയവും ഒക്കെ ഒരാളായിട്ടും അതിൽ പോലും അബദ്ധങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതായത് മോദി പറയുന്നത് ഒരു സ്റ്റെനോഗ്രാഫറെ പോലെ എഴുതിയെടുക്കാൻ തയ്യാറാകാത്ത ഒരാൾ ഇൻ്റർവ്യൂ ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ് അതൊക്കെ കാണിച്ചു വരുന്നത്. ഇനിയിപ്പോൾ വേറൊരു കാര്യം, പ്രതിപക്ഷത്തേക്ക് വന്നാൽ പ്രതിപക്ഷ നിരയിലെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹവും ഇത്തവണ മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങളൊന്നും നൽകിയിട്ടില്ല. പക്ഷേ അദ്ദേഹം നിരന്തരമായി മാധ്യമങ്ങളെ കാണുന്നുണ്ട്, വാർത്താ സമ്മേളനങ്ങളിൽ കാണുന്നുണ്ട്. അതുപോലെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. അതോടൊപ്പം നരേന്ദ്രമോദിയെ തന്നെ, അദ്ദേഹത്തിന് കിട്ടിയ ഒരു സംവാദത്തിലേക്ക് നരേന്ദ്രമോദിയെ കൂടി അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്യുന്നു. മോദി ഇത്തവണ രാഹുൽ ഗാന്ധി അല്പം സ്ട്രാറ്റജി മാറ്റി പിടിച്ചിട്ടുണ്ട്. മോദിക്കുള്ള മറുപടികളെല്ലാം അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വരും. ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹത്തിന്റെ വീഡിയോ അപ്പം തന്നെ വരുന്നു. മീഡിയയ്ക്ക് മുന്നിൽ നേരിട്ട് എത്തുന്നില്ല. പകരം ചോദ്യങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്തവണ ചോദിക്കുന്നത്, അല്ലേ? അതും ശ്രദ്ധേയമാണ്. ഇത്തവണ ഇത്തരം പല വീഡിയോകൾക്കും നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ വ്യൂസ്
രാഹുൽ ഗാന്ധിയുടെ വീഡിയോകൾക്ക് ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അത് നിരീക്ഷകരൊക്കെ ഒരു ട്രെൻഡായി പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. അതിനാൽ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരുപക്ഷെ അവർക്ക് ആ ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കാൻ അവസരങ്ങളില്ലെങ്കിൽ മാധ്യമങ്ങളാണ് അത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അതിനുത്തരം നിർബന്ധമായും ഭരണാധികാരി പറഞ്ഞിരിക്കണം, അല്ലേ? അതുമാത്രമല്ല, ഭരണാധികാരിയെ പുകഴ്ത്തുന്ന ചോദ്യങ്ങളല്ല മാധ്യമങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമല്ലോ.